നമ്മൾ വന്നിരിക്കുന്നത് ക്രോലിയിലുള്ളൊരു ടുലിപ്സ് ഗാർഡനാണ്. ചുല്ലീസ് ടുലിപ്സ് ഗാർഡൻ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്, നമുക്ക് പോവാം. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ടിക്കറ്റ് എടുത്തു, അങ്ങനെ അവിടെ എത്തി. അങ്ങനെ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ തന്നെ ഒരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് നമ്മളങ്ങനെ അവിടെ ചോദിക്കുമായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. പുള്ളി അവിടെ പറഞ്ഞു അവിടെ ഒരു എൻട്രൻസിൽ കൗണ്ടറുണ്ട്, അവിടെ ചെന്നിട്ട് നമ്മൾ കയ്യിലൊരു സീല് ചെയ്ത് തരും. നമ്മളവിടെ എൻ്റർ ആയതിൻ്റെ എല്ലാവർക്കും 4 ടിക്കറ്റുണ്ട്, അപ്പം 4 പേർക്കും സീൽ ചെയ്ത് തരും കയ്യിൽ. അങ്ങനെ നമ്മൾ സീലൊക്കെ വാങ്ങിച്ച് ഉള്ളിലോട്ടെത്തി. ഉള്ളിലോട്ട് ചെന്നപ്പോൾ അവിടെ സെല്ല് ചെയ്യാൻ വേണ്ടി ടുലിപ്സ് സ്റ്റെമ്മായിട്ടും പ്ലാന്റായിട്ടും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളാദ്യം വിചാരിച്ചു ഇതാണോ ടുലിപ്പ് ഗാർഡൻ എന്നുള്ള രീതിയിലായിപ്പോയി. പിന്നെയാണ് മനസ്സിലായത് അത് സെല്ലിങ്ങിന് വെച്ചിരിക്കുന്നതാണ് എന്ന്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് പയ്യെ അങ്ങോട്ട് നടന്നു. അവിടെ ഒരുപാട് ഫുഡ് കോർട്ട്സും ഒരുപാട് എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഫുഡ് കഴിക്കാൻ, പിന്നെ ഫ്രൈസിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു, ഹോട്ട് ഡോഗ്സ്, അങ്ങനെ എല്ലാത്തിൻ്റെയും ഷോപ്പ് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ മുന്നോട്ട് തന്നെ ടുലിപ്പ് ഫീൽഡ് കാണാൻ തന്നെ മുന്നോട്ട് നീങ്ങി. മുന്നോട്ട് ചെയ്യുമ്പോൾ കുട്ടികളെയൊക്കെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തം ലൈറ്റിങ്സ് ആണ്. അത് കുറച്ചുകൂടെ ഈവനിങ് ആയിട്ട്, കുറച്ചുകൂടെ രാത്രിയായിട്ട് ചെല്ലുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നൈറ്റ് വൈബ് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ ഇങ്ങോട്ട് ചെല്ലുമ്പോൾ സൈഡിലൊക്കെ ഓരോ പോണ്ടൊക്കെ ഉണ്ട്, അതിലൊക്കെ അവർ ടുലിപ്സൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുക. നല്ലൊരു അറേഞ്ച്മെൻറ്റാണ്. നന്നായിട്ടെല്ലാം ക്ലീനാണ്, നീറ്റാണ്, നല്ല ലൈറ്റിങ് അറേഞ്ച്മെൻറ്റ്, ഒരുപാട് സ്ഥലമുണ്ട്. നമ്മൾ ഒട്ടും റഷില്ല, നമ്മൾ ഒരുപാട് ആളുമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വന്നിട്ട് നമുക്കിവിടെ കാർ പാർക്കിംഗ് കിട്ടാഞ്ഞിട്ട് ദൂരെ ഒരു കാർ പാർക്കിങ്ങിൽ കൊണ്ടിട്ടാണ് പാർക്ക് ചെയ്ത് അവിടുന്ന് അവരുടെ തന്നെ ഒരു ബസ് സർവീസ് ഉണ്ട്, അവർ നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിന് മാത്രം ആളുണ്ട്. എന്നിട്ടും എല്ലാവർക്കും സമാധാനത്തോടെ കണ്ട് നീങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറേ ഫോട്ടോ ബൂത്ത്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുന്നോട്ട് നടക്കുമ്പോഴേക്കും അവിടെ ഒരു ഗ്രില്ലിങ് ഏരിയ പോലെ മാഷ്മെല്ലോസൊക്കെ നമുക്ക് ഗ്രില്ല് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഒരുപാട് നമുക്ക് ഇരിക്കാനൊക്കെയുള്ള സ്പേസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ലൈറ്റിങ്സ് ഒക്കെ നല്ല രസമായിരുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ നൈറ്റിൽ വന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. നമുക്ക് മാഷ്മെല്ലോ ഗ്രില്ലിങ്ങിനോടൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ നടന്നു. നമ്മൾ ഫീൽഡ് ലക്ഷ്യമായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പോകുന്ന വഴിക്കും ലേക്സിൻ്റെയൊക്കെ സൈഡിലായിട്ട് ഒരുപാട് ടുലിപ്പ് ഗാർഡൻസ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാനൊക്കെ. അങ്ങനെ നടന്നു വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. നമ്മളിപ്പോൾ വഴി കണ്ടുപിടിക്കുമായിരുന്നു അങ്ങോട്ടേക്കുള്ള. പിന്നെ നമ്മൾ നേരെ പോകുന്ന ടുലിപ്സ് ഗാർഡനിലോട്ടാണ്. ഗാർഡൻ ഇൻ ദ സെൻസ് ഫീൽഡിലോട്ടാണ്. അങ്ങോട്ട് നടന്ന് നീങ്ങുവാണ്. പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ അധികം ഇതില്ല, നമുക്ക് റഷില്ല. നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് പയ്യെ പോവാം. ഇപ്പം തന്നെ അറൗണ്ട് ഒരു 4 മണി കഴിഞ്ഞായിരുന്നു. നല്ല ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു 7 മണിയായപ്പോഴാണ് ഇറങ്ങിയത്. അന്നേരവും നല്ല വെളിച്ചമുള്ള സമയമായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരണം, നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനാണെങ്കിൽ മേ ബി ഒരു 7 മണി കഴിഞ്ഞ് 8 മണി കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നു ആ ടൈമിൽ. ഇപ്പോൾ വീണ്ടും ടൈം ഇതായി, നമ്മുടെ ഡേ ടൈം കുറച്ചുകൂടെ കൂടി. അങ്ങനെ നമ്മളിപ്പോൾ ടുലിപ്സ് ഫീൽഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്കിവിടെ നിന്ന് ഫീൽഡിൻ്റെ ഒരു നല്ല ഓവറോളൊരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ പിന്നെ അങ്ങോട്ട് നടന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് മലയാളികളുണ്ട്. നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കാണുമ്പോൾ മലയാളീസാണെന്ന് കാണുമ്പോഴേക്കും നമ്മൾ സംസാരിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആളുകൾ ഒഴിഞ്ഞ സ്ഥലത്ത് നോക്കി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടുത്തെ കുറേ വ്യൂസൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ അവിടെയൊക്കെ നടന്നു. പിന്നെ അവിടെ ഒരു കോഫി ബാർ ഉണ്ടായിരുന്നു, അവിടെ പോയി കോഫി കുടിച്ചു. അങ്ങനെ വ്യൂസൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ അങ്ങനെ അവിടെ കുറച്ച് നേരം നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. ഒരു 4 മണിക്ക് നമ്മൾ അവിടെ എത്തിയെങ്കിൽ നന്നായിട്ട് ഒരു 7 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞ് അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയത്. അവിടെ ഇതുപോലെ 2 ആളുകൾ ഇരുന്നിട്ട് നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കാനും കുട്ടികളൊക്കെ വന്നിട്ട് അവരുമായിട്ട് സംസാരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി നോക്കി.
അവിടെ ഈ പറഞ്ഞ പോലെ സൺസെറ്റിൻ്റെ ടൈം ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങാറായത്. അപ്പം ഞാൻ പറയുവാണെങ്കിൽ നല്ല ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഹൈലി റെക്കമെൻഡഡ് ആണ്. ഇനി നെക്സ്റ്റ് ടൈമിൽ, അതായത് ഓരോ സീസൺ അനുസരിച്ച് ഇവിടെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ഫീൽഡ്സൊക്കെ വരാറുണ്ട്. അപ്പോൾ പംകിൻ സീസണിൽ, അതായത് ഹലോവൻ സീസണിൽ പംകിൻ ഫെസ്റ്റ് നടക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്തായാലും വരണം. എന്നുവെച്ചാൽ നല്ല അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ ആ സമയത്ത് എന്തായാലും വന്ന് നോക്കണം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എന്തായാലും ഇറങ്ങി ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. നല്ലൊരു ഇതായിരുന്നു. ഹൈലി റെക്കമെൻഡഡ് ആണ്. അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. താങ്ക് യു.